ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിബ മോഡൽ. അതായത് ഈ ബിബ മോഡൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രിറ്റി പോളിസി ഫോളോ ചെയ്യുന്ന മോഡലാണ്, അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി മോഡലാണ്. രണ്ട് ഇൻറ്റഗ്രിറ്റി മോഡലുണ്ട്. ഫസ്റ്റ് വൺ ആണ് ബിബ, സെക്കൻഡ് വൺ ഈസ് ക്ലർക്ക് വിൽസൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബിബ മോഡൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻറ്റഗ്രിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ 3 റൂൾസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പ്രിവെൻറ്റിംഗ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് ഫ്രം മേക്കിംഗ് മോഡിഫിക്കേഷൻ ടു ഡേറ്റ. അപ്പോൾ ഈ ഫസ്റ്റ് റൂളിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മോഡലാണ് ബിബ മോഡൽ. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1977 ബിബ ആണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി ബേസ്ഡ് ഓൺ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഡേറ്റ. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കോൺഫിഡൻഷ്യാലിറ്റി. ആൻഡ് ഇവിടെ സെറ്റ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. സബ്ജക്ട്സ് ആർ ദ ആക്റ്റീവ് എലമെന്റ്സ് ഇൻ ദ സിസ്റ്റം ദാറ്റ് ക്യാൻ ആക്സസ് ഇൻഫർമേഷൻ. പ്രോസസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് യൂസർ, അതായത് യൂസേഴ്സിനെയാണ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അത് ആക്റ്റീവ് എലമെന്റ്സ് ആണ് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് ആർ പാസീവ് എലമെന്റ്സ് ഫോർ വിച്ച് ആക്സസ് ക്യാൻ ബി റിക്വസ്റ്റഡ്. ഫയൽസ്, പ്രോഗ്രാംസ്, റിസോഴ്സസ്, ഇതിനെല്ലാം നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നു. അത് പാസീവ് എലമെന്റ്സ് ആണ്. Okay, each subject and object in the BIBA model will have an integrity level associated with it access modes. അതിനകത്ത് ഇൻറ്റഗ്രിറ്റി ലെവൽസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ആക്സസ് മോഡ്സും ഉണ്ടായിരിക്കും. ഈ ബിബ മോഡലിനകത്ത് 4 ആക്സസ് മോഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മോഡിഫൈ, സെക്കൻഡ് വൺ ഈസ് ഒബ്സർവ്, ആൻഡ് third one is invoke, and fourth one is execute. അങ്ങനെ 4 മോഡിഫൈ, ഒബ്സർവ്, ഇൻവോക്ക് ആൻഡ് എക്സിക്യൂട്ട് 4 ആക്സസ് മോഡ്സ് ആണ് ബിബ മോഡലിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അല്ലെ ബിബ മോഡലിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് മോഡിഫൈ. ദ മോഡിഫൈ റൈറ്റ് അലൗസ് എ സബ്ജക്റ്റ് ടു റൈറ്റ് ആൻ ഒബ്ജക്റ്റ്. മോഡിഫൈ എന്ന് പറയുന്ന ആക്സസ് മോഡ് ഒരു സബ്ജക്റ്റിനെ ഒരു ഒബ്ജക്റ്റിനെ റൈറ്റ് ചെയ്യാനുള്ള ആക്സസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ റൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദിസ് മോഡ് ഈസ് സിമിലർ ടു ദ റൈറ്റ് മോഡ് ഇൻ അനദർ മോഡൽസ്. ബാക്കി മോഡൽസിലൊക്കെ നമ്മൾ പറയുന്ന റൈറ്റ് എന്ന് പറയുന്നതിന് സെയിം ആണ് ഇവിടെ മോഡിഫൈ എന്ന് പറയുന്നതിന്. സെക്കൻഡ് വൺ ഈസ് ഒബ്സർവ്. ദ ഒബ്സർവ് റൈറ്റ് അലൗ എ സബ്ജക്ട് ടു റീഡ് ആൻ ഒബ്ജക്ട്. ദിസ് കമാൻഡ് ഈസ് സിനോണിം വിത്ത് ദ റീഡ് കമാൻഡ്. ഒരു ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാനുള്ള റൈറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് വൺ ഈസ് ഇൻവോക്ക്. ദിസ് റൈറ്റ് അലൗസ് എ സബ്ജക്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ സബ്ജക്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ 2 ആക്സസ് മോഡ്സും ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ ഇൻവോക്ക് എന്ന് പറയുന്നതിനകത്ത് ദിസ് റൈറ്റ് അലൗസ് എ സബ്ജക്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ സബ്ജക്ട്. ഒരു യൂസറിന് അനദർ യൂസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് ഇൻവോക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ട്. ദിസ് റൈറ്റ് അലൗസ് എ സബ്ജക്ട് ടു എക്സിക്യൂട്ട് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള റൈറ്റിനെയാണ് എന്ത് പറയുന്നത്, എക്സിക്യൂട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ദ കമാൻഡ് ഈസ് എസെൻഷ്യലി അലൗസ് എ സബ്ജക്ട് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം വിച്ച് ഈസ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സിക്യൂട്ട് എന്ന് പറയുന്ന കമാൻഡ് അല്ലെങ്കിൽ ആക്സസ് മോഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ഒരു പ്രോഗ്രാമായിട്ട് വരുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബിബ പോളിസീസ്. ബിബ മോഡലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോളിസീസ് ഏതൊക്കെയാണ്? ഇറ്റ് ആക്ച്വലി എ ഫാമിലി ഓഫ് ഡിഫറെൻറ്റ് പോളിസീസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. ഇതിനകത്തൊരു സെറ്റ് ഓഫ് പോളിസീസ് പറയുന്നുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാൻഡേറ്ററി ആൻഡ് ഡിസ്ക്രിയേഷണറി ആക്സസ് കൺട്രോള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിബ പോളിസീസ്.
അതിനകത്ത് മാൻഡേറ്ററി പോളിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ മാൻഡേറ്ററി റൂൾസ്. അതിനകത്ത് സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി റൂൾ, ലോ വാട്ടർമാർക്ക് പോളിസി ഫോർ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്, ലോ വാട്ടർമാർക്ക് ഇൻറ്റഗ്രിറ്റി ഓഡിറ്റ് പോളിസി ആൻഡ് റിംഗ് പോളിസീസ്. മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് അതായത് 4 പോളിസീസ് അല്ലെങ്കിൽ 3 പോളിസീസാണ്. അതായത് സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി, സെക്കൻഡ് വൺ ഈസ് ലോ വാട്ടർമാർക്ക് പോളിസി ഫോർ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ചിലയിടത്തത് 2 പറഞ്ഞിട്ടുണ്ട്, ചിലയിടത്തത് ഒരു സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ചേർത്തിട്ട് ഒരു ലോ വാട്ടർമാർക്ക് പോളിസി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തേർഡ് വൺ എന്ന് പറയുന്ന റിംഗ് പോളിസീസ് ആണ്. നമ്മൾ ഓഡിറ്റ് പോളിസീസ് തൽക്കാലം നോക്കുന്നില്ല, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ദ ഡിസ്ക്രിയേഷണറി പോളിസീസ് എന്ന് പറയുന്നത് 3 ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, ഒബ്ജക്റ്റ് ഹൈറാർക്കി ആൻഡ് റിംഗ് പോളിസീസ്. ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, ഒബ്ജക്റ്റ് ഹൈറാർക്കി ആൻഡ് റിംഗ് പോളിസീസ്. ഇപ്പം നമ്മൾ നോക്കുന്നത് മാൻഡേറ്ററി പോളിസിയുടെ പോളിസീസ് ആണ്. സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസി, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബിബ മോഡൽ. ഫസ്റ്റ് പാർട്ട് ഓഫ് ബിബ മോഡലിനെയാണ് സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസി എന്ന് പറയുന്നത്. ദ പോളിസി കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് 3 കണ്ടീഷൻസ് ഉണ്ട്. 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 പ്രോപ്പർട്ടി ചേരുന്നതാണ് സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഇൻറ്റഗ്രിറ്റി കണ്ടീഷൻ, സെക്കൻഡ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി സ്റ്റാർ പ്രോപ്പർട്ടി, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻവൊക്കേഷൻ property. Okay, first one is simple integrity condition. S element of capital S can observe O element of capital O if and only if I of S less than or equal to I of O. S means subject, O means object. Small s and small o means one object in the object list. Okay, one object and one subject. Okay, S element of S can observe. ഒരു സബ്ജക്റ്റിനെ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം കണ്ടീഷൻ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ഓഫ് ഒ ആയിരിക്കണം. ഇന്റഗ്രിറ്റി ലെവൽ ഓഫ് സബ്ജക്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രിറ്റി ലെവൽ ഓഫ് ഒബ്ജക്ട്. ഇതിനെ നമ്മൾ പറയുന്നത് നോ റീഡ് ഡൗൺ. That means high integrity subject cannot read low integrity objects. High integrity subjects cannot read low integrity objects. I means integrity level. That means 3 levels പറഞ്ഞായിരുന്നു: crucial, very important and important. അപ്പോൾ crucial cannot read very important and important objects in very important and important. ഇത് നമ്മൾ BLP പഠിച്ചായിരുന്നു. BLPക്കകത്തുള്ളതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സിമ്പിൾ ഇൻറ്റഗ്രിറ്റി കണ്ടീഷൻ്റെ അവിടെ നമ്മൾ നോ റീഡ് അപ്പ് എന്നാണ് പറഞ്ഞത്. ഇവിടെ അതിൻ്റെ റിവേഴ്സ് ആണ്, നോ റീഡ് ഡൗൺ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി സ്റ്റാർ പ്രോപ്പർട്ടി. എസ് element of S can modify O element of O if and only if I of O less than or equal to I of S. I O less than or equal to I of S. ഇതിനെ നമ്മൾ നോ റൈറ്റ് അപ്പ് എന്ന് പറയും. ഇതും എന്താ BLPയിൽ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു റിവേഴ്സ് മോഡലാണ്. ഒരു സബ്ജക്റ്റ് ക്യാൻ മൂവ് ലോ ഇൻറ്റഗ്രിറ്റി ഡേറ്റ ടു ഹൈ ഇൻറ്റഗ്രിറ്റി എൻവയോൺമെൻറ്റ്. സബ്ജക്റ്റ് ഇൻ I cannot write object in C. I means important, C means crucial. And third property is invocation property.
invocation property means S1 element of S can invoke S1 element of S. രണ്ട് സബ്ജക്റ്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻവൊക്കേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ എസിൻ്റെ എലമെൻ്റ് ആയിട്ടുള്ള S1 ഉണ്ട് S2 ഉണ്ട്, രണ്ട് യൂസേഴ്സ് അത് S1നെ S2നെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ if and only if I of S2 less than or equal to I of S1. I of S2 എന്ന് പറയുന്നത് less than or equal to I of S1 ആയിരിക്കണം. That means a subject at one integrity level is prohibited from invoking calling up a subject at higher level of integrity. ഹയർ ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റിനെ കോൾ ചെയ്യാൻ വേണ്ടി അല്ലെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതില്ല, ഒരു അതിന് നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞേക്കുന്ന പോളിസീസ് ഒന്ന് കാണിച്ചേക്കുന്നതാണ്. അതിനകത്ത് സിമ്പിൾ ഇൻറ്റഗ്രിറ്റി പ്രോപ്പർട്ടിയും സ്റ്റാർ പ്രോപ്പർട്ടിയാണ് ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ റീഡ് ഡൗൺ, അതാണ് സിമ്പിൾ ഇൻറ്റഗ്രിറ്റി പ്രോപ്പർട്ടി. ഇത് സർക്കിൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആൻഡ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. അപ്പോൾ ലോ ലെവലിലുള്ള ഒരു സബ്ജക്റ്റിന് ഹൈ ലെവലിലുള്ള ഒരു സബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റും, ബട്ട് നോ റീഡ് ഡൗൺ. അതായത് ഹയർ ലെവലിലുള്ള ഒരു സബ്ജക്റ്റിന് ലോവർ ലെവലിലുള്ള ഒരു ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റത്തില്ല. സെയിം ലെവലിലുള്ളത് പോസിബിൾ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് നോ റൈറ്റ് അപ്പ് ഓർ സ്റ്റാർ പ്രോപ്പർട്ടി. ഇത് എന്താണ്? ഇവിടെ സബ്ജക്റ്റിന് ഹയർ ലെവലിലുള്ള ഒരു സബ്ജക്റ്റിന് ലോവർ ലെവലിലുള്ള ഒരു ഒബ്ജക്റ്റിനെ റൈറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ലോവർ ലെവലിലുള്ള ഒരു ഒബ്ജക്റ്റിന് സബ്ജക്റ്റിന് ഹയർ ലെവലിലുള്ള ഒബ്ജക്റ്റിനെ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. സെയിം ലെവലാണെങ്കിൽ അതിനകത്ത് റൈറ്റ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബിബ മോഡല് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അല്ലെ റെഫർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ നോക്കുന്നത് സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസിയാണ്. ഈ സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസിയാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന പോളിസി എന്ന് പറയുന്നത്. ഈ മോഡലിൽ മോസ്റ്റ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്ന പോളിസി എന്ന് പറയുന്ന സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസി. അതായത് ഫസ്റ്റ് പോളിസി, അതിനകത്ത് എന്താ വരുന്നത്? സിമ്പിൾ ഇൻറ്റഗ്രിറ്റി പോളിസി, പിന്നെന്താ ഉണ്ട്? സ്റ്റാർ പോളിസി ഉണ്ട്, ഇൻവൊക്കേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഈ മൂന്ന് പ്രോപ്പർട്ടിയും കൂടെ ചേരുന്ന സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസിയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്ട്രിക്റ്റ് ഇൻറ്റഗ്രിറ്റി പോളിസി എൻഫോഴ്സ് നോ റൈറ്റ് അപ്പ് നോ റീഡ് ഡൗൺ ഓൺ ദ ഡേറ്റ ഓഫ് ദ സിസ്റ്റം. എന്തൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുന്നത്? നോ റൈറ്റ് അപ്പ് ആൻഡ് നോ റീഡ് ഡൗൺ. അതായത് BLPയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിന്റെ റിവേഴ്സ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ബിബ മോഡലിന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ബിബ മോഡലിന്റെ ഒരു ഫിഗർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കണ്ടോ, ലെയർ ഓഫ് ഹയർ സീക്രസി, ലെയർ ഓഫ് ലോവർ സീക്രസി. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത് കണ്ടോ, സിമ്പിൾ ഇൻറ്റഗ്രിറ്റി പോളിസി എന്ന് പറയുന്ന അല്ലെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? റീഡ് എന്ന് പറയുന്ന അപ്പിലേക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഡൗണിലേക്ക് പറ്റില്ല. റൈറ്റ് ആണെങ്കിൽ ഡൗണിലേക്ക്, അതായത് സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. റൈറ്റ് എന്ന് പറയുന്നത് ലോവർ ലെയറിലേക്ക് പറ്റില്ല, ലോവർ ലെയറിലേക്ക് പറ്റുള്ളൂ, അപ്പർ ലെയറിലേക്ക് പറ്റില്ല. അപ്പർ ലെയറിലേക്ക് കണ്ടാമിനേഷൻ ആണ് കാണിക്കുന്നത്, ഇവിടെ ഗെറ്റ് കണ്ടാമിനേറ്റ്. അപ്പോൾ ഇതാണ് ബിബ മോഡൽ. ഇതേപോലെ തന്നെ BLPക്ക് ഒരു ഫിഗർ ഉണ്ടായിരുന്നു. ഇതാണ് ബെല്ല പഡുല മോഡലിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതും കൂടെ നിങ്ങളൊന്ന്
നോക്കിക്കോണം. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ബെല്ലാപ്പടുല മോഡൽ പറഞ്ഞപ്പോൾ ഈ ഫിഗർ കാണിക്കാൻ വിട്ടുപോയി. ഇതിനകത്ത് ഇതേപോലെ തന്നെയാണ് റീഡും റൈറ്റും. ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ റിവേഴ്സ് ആണെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് പോളിസിയാണ്, ലോ വാട്ടർമാർക്ക് പോളിസി ഫോർ സബ്ജക്ട്സ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നത് വാട്ടർമാർക്ക് പോളിസി, ലോ വാട്ടർമാർക്ക് പോളിസി ഫോർ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് സെപ്പറേറ്റ് ആണ് പറയുന്നത്. ചില ടെക്സ്റ്റിൽ ഇത് ഒന്നിച്ച് പറയാറുണ്ട്, ലോ വാട്ടർമാർക്ക് പോളിസി എന്ന് മാത്രം. അപ്പോൾ ഇതിനകത്ത് ലോ വാട്ടർമാർക്ക് പോളിസി ഫോർ സബ്ജക്റ്റ്. ഫോർ സബ്ജക്റ്റ് ഈസ് റിലാക്സ്ഡ്, നോ റീഡ് ഡൗൺ. ലോ വാട്ടർമാർക്ക് പോളിസിയിൽ പറയാം, ലോ വാട്ടർമാർക്ക് പോളിസി ഫോർ സബ്ജക്റ്റ് കണ്ടെയ്ൻസ് ദീസ് ഫോളോയിങ് റൂൾസ്. അതിനകത്ത് കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ 3 പോളിസീസ് ആണ് അല്ലെങ്കിൽ 3 റൂളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇന്റഗ്രിറ്റി സ്റ്റാർ പ്രോപ്പർട്ടി, നോ റൈറ്റ് അപ്പ്. അപ്പോൾ നമുക്ക് താഴോട്ടേ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എസ് എലമെന്റ് ഓഫ് എസ് ക്യാൻ മോഡിഫൈ ഓ എലമെന്റ് ഓഫ് ഒ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ ഓഫ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ഓഫ് എസ്. Second one, a subject may examine any object if S element of S examines O element of O, then I dash is equal to minimum of I of S, I of O, where I dash S is the subject integrity level after the read. എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി എന്ന് പറയുന്നത്, അല്ലെ റൂൾ എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റിന് ഒരു ഒബ്ജക്റ്റിനെ എക്സാമിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ എസ് എലമെന്റ് ഓഫ് എസ് എക്സാമിൻസ് ഓ എലമെന്റ്സ് ഓഫ് ഓ, ദെൻ ഐ ഡാഷസ് ഇത് എന്താ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ ഐ ഡാഷസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയായിരിക്കണം? മിനിമം ഓഫ് ഐ ഓഫ് എസ് ഐ ഓഫ് ഒ ആയിരിക്കണം. വെയർ ഐ ഡാഷസ് ഇസ് ദ സബ്ജക്റ്റ് ഇന്റഗ്രിറ്റി ലെവൽ ആഫ്റ്റർ ദ റീഡ്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ഐ ഓഫ് ഒയും ഉണ്ട്, 2 ഇന്റഗ്രിറ്റി ലെവലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റീഡ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതാണ് ഐ ഡാഷസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയായിരിക്കണം? മിനിമം ഓഫ് ഐ ഓഫ് എസ് ആൻഡ് ഐ ഓഫ് ഒ ആയിരിക്കണം. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു ഔട്ട്പുട്ടിന്റെ ഇന്റഗ്രിറ്റി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവൊക്കേഷൻ പ്രോപ്പർട്ടി. S1 invocation property, S1 element of S can invoke S2 element of S if and only if I of S2 less than or equal to I of S1. ഇതും പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻ്റ് ഉള്ളത് സെക്കൻഡ് റൂള് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റും തേർഡും ഇത് സെയിം ആണ്, നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോ വാട്ടർമാർക്ക് പോളിസി ഫോർ ഒബ്ജക്റ്റ്. ഇവിടെ നോ റൈറ്റ് ഡൗൺ ആണ് പറയുന്നത്. നോ റൈറ്റ് ഡൗൺ. Okay, the following rules make up the low watermark for object policy. If S element of S can modify any object element of O regardless of integrity level. ഇതിന്റെ ഫസ്റ്റ് പോളിസി പറയുന്നത് എസിനെ ഒയിനെ മോഡിഫൈ ചെയ്യാം, ഇന്റഗ്രിറ്റി ലെവല് ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇഫ് എസ് എലമെന്റ് ഓഫ് എസ് ക്യാൻ മോഡിഫൈ ഒ എലമെന്റ് ഓഫ് ഒ, ദെൻ ഐ ഡാഷ് ഓഫ് ഒ ഈക്വൽ ടു മിനിമം ഓഫ് ഐ ഓഫ് എസ് I of O, where I dash O is the integrity level after it is modified. അതായത് ഒരു റൈറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മിനിമം ഓഫ് ഐ ഓഫ് എസ് ഐ ഓഫ് ഒ ആയിരിക്കാം. അതായത് രണ്ടെണ്ണം അപ്പം ക്രൂഷ്യൽ ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഐ ഓഫ് എസ് എന്ന് പറയുന്ന അതിൽ രണ്ടിലും വരുന്നത്. അപ്പോൾ അതിൽ മിനിമം ഏതാണോ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, ക്രൂഷ്യലും വെരി ഇമ്പോർട്ടൻറ്റും ആണെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പോളിസി എന്ന് പറയുന്നത് റിംഗ് പോളിസി. നമ്മൾ 3 എണ്ണം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, റിംഗ് പോളിസി ഈസ് ദ ലാസ്റ്റ് മാൻഡേറ്ററി പോളിസി ഇൻ ദ ബിബ മോഡൽ. Integrity labels used for the ring policies are fixed, similar to those in the strict integrity policy. Strict integrity പോളിസിയിലെ പോലെയൊക്കെ ഏകദേശമാണ് റിംഗ് പോളിസിയും പറയുന്നത്. റിംഗ് പോളിസി കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് റൂൾസ്. ഫസ്റ്റ് വൺ, എനി സബ്ജക്ട് ക്യാൻ ഒബ്സർവ് എനി ഒബ്ജക്ട്സ് റിഗാർഡ്ലെസ് ഓഫ് ഇന്റഗ്രിറ്റി ലെവൽസ്. വാട്ടർമാർക്ക് പോളിസിയിൽ നമ്മൾ പറഞ്ഞു. ഇന്റഗ്രിറ്റി സ്റ്റാർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നോ റൈറ്റപ്പ് ആണ് ഇവിടെ പറയുന്നത്. എസ് എലമെന്റ് ഓഫ് എസ് ക്യാൻ മോഡിഫൈ ഒ എലമെന്റ് ഓഫ് ഒ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ ഓഫ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ഓഫ് എസ്. Third one is invocation property. S1 element of S can invoke S2 element of S if and only if I of S2 less than or equal to I of S1. എല്ലാം ഏകദേശം സെയിം ആണ്, ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ. അതാണ് റിംഗ് പോളിസി എന്ന് പറയുന്നത്, അല്ലെ റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ബിബ മോഡലിലെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ഇംപ്ലിമെൻറ്റ്. സെക്കൻഡ് വൺ ഈസ് പ്രൊവൈഡ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പോളിസീസ് ദാറ്റ് ക്യാൻ ബി സെലക്റ്റഡ് ബേസ്ഡ് ഓൺ നീഡ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറേ പോളിസീസ് ഉണ്ട്, അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡസ് നത്തിങ് ടു എൻഫോഴ്സ് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് വൺ ഈസ് ഡസ് നോട്ട് സപ്പോർട്ട് ദ ഗ്രാൻഡിങ് ആൻഡ് റിവോക്കിംഗ് ഓഫ് ഓതറൈസേഷന് വേണ്ടിയിട്ടും ഓതറൈസേഷനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് യൂസ് ദിസ് മോഡൽ ഓൾ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ സിസ്റ്റം മസ്റ്റ് സപ്പോർട്ട് ദ ലേബലിംഗ് ഓഫ് ഇൻറ്റഗ്രിറ്റി ഫോർ സബ്ജക്ട്സ് ആൻഡ് ഒബ്ജക്ട്സ്. ഈ മോഡൽ യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ലേബൽ ചെയ്തിരിക്കണം അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ലെവൽസ് വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും. അതേപോലെ തന്നെ ടു ഡേറ്റ് ദർ ഈസ് നോ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സപ്പോർട്ട് ദിസ് ലേബലിംഗ്, സോ ദർ ആർ problems with using the BIBA model into network environment. അപ്പോൾ ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഇല്ല, അതുകൊണ്ട് ബിബ മോഡൽ നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ബെല്ല പഡുല മോഡൽ ആൻഡ് ബിബ മോഡൽ, അല്ലെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ ആണ്. ബെല്ല പഡുല മോഡൽ പ്രൊവൈഡ് കോൺഫിഡൻഷ്യാലിറ്റി, ബിബ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ഇൻറ്റഗ്രിറ്റി. ഇനി ബെല്ല പഡുല മോഡലിൽ സെക്യൂരിറ്റി ലെവൽസ് ആണുള്ളത്, ഇവിടെയാണെങ്കിൽ ബിബയിലാണെങ്കിൽ ഇൻറ്റഗ്രിറ്റി ലെവൽസ് ആണ്. ഇനി കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ബോത്ത് ആർ ഇൻഫർമേഷണൽ ഫ്ലോ മോഡൽ. അപ്പോൾ ഇത്രയാണ് ബിബ മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.